ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 2 പ്രോബ്ലംസ് പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ചിലപ്പോൾ ചിലർക്ക് അറിയുന്നുണ്ടാവില്ലല്ലോ, സോ അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. Find the truth table of negation P and negation Q. അതുപോലെ തന്നെ negation P and negation P and Q. അപ്പോൾ നമുക്ക് പിയും ക്യൂവും നമ്മൾ എഴുതി, ട്രൂത്ത് വാല്യൂസ് എഴുതി. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം ആയതുകൊണ്ടാണ് നമ്മൾ ട്രൂ ഫോൾസ് പി എഴുതുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ട്രൂ 2 പ്രാവശ്യം ഫോൾസ് എഴുതും. രണ്ടാമത് എഴുതുമ്പോൾ ഓൾട്ടർനേറ്റീവ്ലി എഴുതും. ഇനി 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂ 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 എന്ന് പറഞ്ഞിട്ട് 4 പ്രാവശ്യം, പിന്നെ ഫോൾസ് 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 പറഞ്ഞ് 4 പ്രാവശ്യം, പിന്നെ ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ് അങ്ങനെയാണ്. പിന്നെ ട്രൂ ഫോൾസ് അങ്ങനെ. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണ് 3 വേരിയബിൾ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് നെഗേഷൻ പി ആൻഡ് ക്യൂ ആണ്. സോ നെഗേഷൻ പി ഇവിടെ നമ്മൾ നെഗേഷൻ പി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പീൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ പി ട്രൂ ആണെങ്കിൽ ഫോൾസ്, ട്രൂ ഫോൾസ് ആണെങ്കിൽ ട്രൂ, അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ് എന്ന് പറയുമ്പോൾ 2 ട്രൂ ആയാലും ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ഫോൾസ് ആണ്. സോ നെഗേഷൻ പി ഇവിടെ ഉണ്ട്, പിന്നെ ക്യൂ ഉണ്ട്. അപ്പോൾ ഇവരെ ആൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 2 ട്രൂ ആയ കേസ് ഇതിലില്ല. ഉണ്ട്, നെഗേഷൻ പി ആൻഡ് ക്യൂ. ഇത് മാത്രം ട്രൂ ആണ്, ബാക്കി എല്ലാ കേസും ഫോൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു ടോട്ടോളജി ആണ് എന്നാണ് കാണിക്കേണ്ടത്. പി ഓർ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പോൾ എന്തായാലും ടോട്ടോളജി എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പി നമ്മൾ എഴുതി ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ്, ക്യൂ എന്ന് പറയുന്നത് ട്രൂ ഫോൾസ് എന്ന് എഴുതി. അത് നമുക്ക് ആദ്യം ഇതിൽ പി ആൻഡ് ക്യൂ കാണാം. സോ പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ 2 ട്രൂ ആകുമ്പോൾ ട്രൂ ആവും, ബാക്കിയുള്ള കേസിൽ ഫോൾസ് ആവും. 2 ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആയിട്ടുണ്ട്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോൾസ്, ട്രൂ വരുമ്പോൾ ഫോൾസ് വരുമ്പോൾ ട്രൂ ആണ്, മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ഓർ ആണ്, പി ഓർ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ, ഓർ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് 2 ഫോൾസ് ആയാൽ മാത്രമേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും അതെന്താണ്? ട്രൂ ആണ് അല്ലേ. അപ്പോൾ അതാ ഇവിടെ അങ്ങനെ 2 ഫോൾസ് കേസ് വരുന്നില്ല അല്ലേ. ഇത് 2 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 2 ഫോൾസ് വരുന്ന രീതിയിലൊന്നുമില്ല, എല്ലാം ഫോൾസ് ട്രൂ ഫോൾസ് ആണ് വരുന്നത്. സോ ഈ പറഞ്ഞത് നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ ട്രൂത്ത് വാല്യൂസ് എല്ലാം ട്രൂ ആണെങ്കിൽ ഇതെന്താണ്? ടോട്ടോളജിയാണ് അല്ലേ. ഓക്കെ, എല്ലാം ഫോൾസ് ആണെങ്കിൽ എന്തായിരുന്നു? കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ ചിലപ്പോൾ കോൺട്രഡിക്ഷൻ ആണെന്ന് കാണിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ടോട്ടോളജി ആണെന്ന് കാണിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്തായി? ടോട്ടോളജിയായി. ഇനി അടുത്തത് വന്നിട്ട് ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി ഈക്വലൻ്റ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതായത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂവും നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ഇവരുടെ ട്രൂത്ത് വാല്യൂസ് സെയിം ആണെങ്കിൽ എന്താണ്? ഇവർ രണ്ടുപേരും ലോജിക്കലി ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ പിയും ക്യൂ ഉണ്ട്. ഇപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരിക? പി ആൻഡ് ക്യൂ പറഞ്ഞാൽ 2 ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ഫോൾസ് ആണ്. ഓക്കെ, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ പി ആൻഡ് ക്യൂവിൻ്റെ നെഗേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കണ്ട് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. സോ നമ്മളിവിടെ നെഗേഷൻ പിയും കണ്ടു, നെഗേഷൻ ക്യൂവും കണ്ടു. ഓർ ആയതുകൊണ്ട് തന്നെ 2 ഫോൾസ് ആവുന്ന കേസ് മാത്രമാണ് ഫോൾസ്, ബാക്കി എല്ലാത്തിലും ഇതെന്താണ്? ട്രൂ ആണ്. സോ ഓക്കെ, അപ്പോൾ 2 ഫോൾസ് കേസ് വരുന്നത് ഒന്നുണ്ട്, പിന്നെ ബാക്കി എല്ലാത്തിലും ട്രൂ ഫോൾസ് അല്ലെങ്കിൽ ഫോൾസ് ട്രൂ ആണ്. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? സെയിം ആണ്. സോ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ലോജിക്കലി ഈക്വലൻ്റ് ആണ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ യൂസ് ലോസ് ടു ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ ഈസ് ലോജിക്കലി ഈക്വലൻ്റ് ടു നെഗേഷൻ പി. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ തന്നെ യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ലോസ് യൂസ് ചെയ്തും ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചാൽ മാത്രം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച്
നമുക്ക് എല്ലാ ലോസും കണക്ട് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കമ്പയറിങ് ടു ട്രൂത്ത് ടേബിളാണ് ഏറ്റവും എളുപ്പം. നമ്മൾ 2 ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, ആ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ സെയിം ആണെന്ന് നോക്കിയാൽ മാത്രം മതി മറ്റേതിൽ. പക്ഷേ ഇതിൽ നമ്മൾ ലോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ആ ലോ ഒക്കെ അറിഞ്ഞിരിക്കണം, പിന്നെ അത് കറക്റ്റായി എടുക്കാൻ അറിയണം, എങ്ങനെ എടുത്താൽ ഇത് കറക്റ്റ് ആവുക എന്നുള്ളതൊക്കെ അറിയണം. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്താൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ. അപ്പോൾ ഇവിടെ നെഗേഷൻ പി, അപ്പോൾ ഇത് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഡിമോർഗൻസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. അതുപോലെ തന്നെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണെങ്കിൽ എന്തായിരിക്കും? നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ ആയിട്ടുണ്ട്. ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? നെഗേഷൻ പി ആൻഡ് ഓഫ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ട്രൂ ആണ്. ഓക്കെ, കോംപ്ലിമെൻറ്റ് ലോ ആണ്. ഓക്കെ, നെഗേഷൻ ക്യൂ ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, സോ അത് കോംപ്ലിമെൻറ്റ് ലോ. അതുപോലെ തന്നെ നെഗേഷൻ പി, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നെഗേഷൻ പി ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗേഷൻ പി എന്നല്ല, പി ആൻഡ് ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പി തന്നെയാണ് വരിക. സോ ഇവിടെ നെഗേഷൻ പി ആൻഡ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുമ്പോൾ നെഗേഷൻ പി തന്നു. ഇതാണ് ഐഡൻറ്റിറ്റി ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇരുന്ന് എന്ത് കിട്ടി? നെഗേഷൻ പി എന്ന് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ലോജിക്കലി ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കുറച്ച് ലോസ് ഇതിൽ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിമോർഗൻസ് ലോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ലോ, ഇതാ പി ഓർ ഫോൾസ് ആണെങ്കിൽ പി ആണ്, പി ഓർ ടി ആണെങ്കിൽ ട്രൂ ആണ്, അല്ലെങ്കിൽ പി ആൻഡ് ട്രൂ ആണെങ്കിൽ പി തന്നെയാണ്, പി ആൻഡ് ഫോൾസ് വരികയാണെങ്കിൽ ഫോൾസ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ എടുത്ത് ലോസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ കോംപ്ലിമെൻറ്റ് ലോ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോംപ്ലിമെൻറ്റ് ലോ എന്ന് പറയുമ്പം ഇതാ പി ഓർ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, അല്ലെങ്കിൽ നെഗേഷൻ ട്രൂ പറഞ്ഞാൽ ഫോൾസ് ആണ്, പിന്നെ അല്ലെങ്കിൽ പി ആൻഡ് നെഗേഷൻ പി ട്രൂ ആണ്, അല്ലെങ്കിൽ നെഗേഷൻ ഫോൾസ് പറഞ്ഞാൽ ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഈ പറഞ്ഞ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം കേട്ടോ.